ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മൈ അൺകാനി ഡെസ്റ്റിനിയുടെ 22ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിനെ കാണിക്കുന്ന നമ്മുടെ യുൻ രാജകുമാരി ഉണ്ടല്ലോ, അവർ വന്ന് നമ്മുടെ ഹീറോനെ കാണാനായിട്ട് വന്നേക്കാം. വേറെ ഒന്നുമല്ല, സോറി പറയാനാണ് വന്നേക്കുന്നത്. ഇത്രയും കാലം അവനെ ശല്യപ്പെടുത്തിയല്ല, അതിനൊക്കെ സോറി. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ ബുദ്ധിമുട്ടിച്ചാനെല്ലാം സോറി പറയാനാണ് വന്നേക്കുന്നത്. എന്നിട്ട് പറയണം, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പാലസിനകത്തുള്ള സമയത്ത് നിങ്ങൾ മാത്രമല്ല അവിടെ ആണുങ്ങളായിട്ട് ഏറ്റവും നല്ലൊരു ലെവലിലുള്ളൂ. പക്ഷേ ഞാൻ ആ പാലസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി നിങ്ങളെയൊക്കെ എത്രയോ നല്ല ആൾക്കാരാണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ട് അത് ഇച്ചിരി ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവൻ്റെ മനസ്സിൽ അവനാണ് വലിയ ആളെന്നുള്ളൊരു വിചാരമല്ലേ. ഇതേ സമയം കാണിക്കുകയാണെന്ന് മൂഷിരാജിലെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ഓടി വരും കേട്ടോ നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട്. വേറെ ഒന്നുമല്ല, നേരെ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ അടുത്ത് പറയുകയാണ്, അതേ ആകെ മൊത്തത്തിൽ പ്രശ്നമായി. നാട് മൊത്തം നമ്മുടെ മൂഷിരാജ് മൊത്തത്തിൽ നമ്മുടെ ഹീറോയിൻ ഒരു പെണ്ണാന്നുള്ള കാര്യം സ്പ്രെഡ് ആയിരിക്കുന്നു. ആരെ സ്പ്രെഡ് ചെയ്തെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ആകെ മൊത്തത്തിൽ പ്രശ്നമായിട്ട് അരൺമനയിലെ എല്ലാ മന്ത്രിമാരും വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം കേട്ടോ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിനും അതുപോലെ ഹീറോയും രണ്ടാമത്തെ ചേട്ടനും എല്ലാവരും കൂടിയിട്ട് അരൺമനയിൽ പോവാണ്. അപ്പോൾ അരൺമനയിൽ പോകുന്ന സമയത്ത് അവിടെ മന്ത്രിമാർ ആകെ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ അവരുടെ മന്ത്രിമാർ വന്നിട്ട് അന്ന് നമ്മുടെ ഹീറോയിനെ ഇഷ്ടിച്ചില്ലേ ഒരു മന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിൻ ആണാന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വന്ന് പറഞ്ഞേ. അപ്പോൾ അയാളെടുത്ത വഴക്കൂടുന്നത്. അയാൾ ഇതൊക്കെ സമാധാനപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് ഈ മന്ത്രിമാർ പറയണം, നീ അന്ന് സത്യം പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിച്ചിട്ടായിരിക്കില്ല അന്ന് പെണ്ണല്ല ആണാന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. നീ കൈക്കൂലി വാങ്ങിച്ചിട്ട് രാജാവിൻ്റെ സൈഡിൽ നിൽക്കുന്നില്ല, നീ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് ആ മന്ത്രിയുടെ അടുത്ത് പറയാം. അപ്പോൾ ആ മന്ത്രി ഇവരെയൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ പാവം നമ്മുടെ ഹീറോയിൻ്റെ കാര്യം കഷ്ടം. അവളാണെങ്കിൽ ആകെ മൊത്തത്തിൽ പെട്ട അവസ്ഥയായി. അവൾക്കാണെങ്കിൽ അവൾ രാജ്യത്തിൻ്റെ ഇതിനു വേണ്ടി അവൾ ഇത്രയും കഷ്ടപ്പെട്ടു. അവസാനം അവർക്ക് ആർക്കും അതൊരു വിലയില്ലാതെ പോലെയല്ലേ. അവൾ ആ സങ്കടത്തിൽ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ പറയണം, നമുക്ക് ഇവിടെ വന്ന് ഇവരെ ഫേസ് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്യേ. ഹീറോയിൻ്റെ അടുത്ത് പറയണം, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഹീറോയുടെ കൂടെ നീ അങ്ങ് ശിവാനി രാജ്യത്തേക്ക് പോയി രക്ഷപ്പെടാൻ നോക്കി. ഇവിടെ നിന്നിട്ട് നീ നിൻ്റെ ലൈഫ് ചുമ്മാ കളയാൻ നിൽക്കണ്ടെന്ന് പറയുന്ന സമയത്ത് എടുത്തോടനെ നമ്മുടെ ഹീറോ പറയണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അവൾ ഇത്രയും കാലം കഷ്ടപ്പെടുത്തി ഈ രാജ്യത്തിലൊരു സമാധാനം സ്വസ്ഥതയൊക്കെ വേണമെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഇവളിങ്ങനെ വിട്ടിട്ട് പോകുന്നത്. ഹീറോയിൻ്റെ അടുത്ത് പറയണം, നീ ഒരു കാര്യം ചെയ്യേ, നീ ആരാണെന്ന് നീ ഇത്ര കാലം എന്താ ചെയ്തതെന്ന് നീ ആലോചിക്കേ, നിന്നെ കൊണ്ട് പറ്റും. നമ്മൾ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ നീ സോൾവ് ചെയ്ത് വന്നില്ലയോ, ഇത് നിന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ തള്ളിവിടും. അപ്പോൾ ഹീറോയിൻ ഓക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ കടന്നു പോകാട്ടോ. അപ്പോൾ ഇവള് കടന്നു വരുന്ന സമയത്ത് മന്ത്രിമാരൊക്കെ എന്താ പറയുന്നത്, മന്ത്രിമാരെല്ലാം വന്നിട്ട് നിശബ്ദരാകുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഇവർ മുട്ടുത്തി നിൽക്കണമല്ലോ, ഇവിടെ വണങ്ങണമല്ലോ, അതാരും ചെയ്യുന്നില്ല. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ ഇവളുടെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ഇച്ചിരി ഏജ് ആയിട്ടുള്ള ആളും, അയാൾ എടുത്തുകൊണ്ട് പറയുവാണ്, നിങ്ങൾ എന്താ രാജാവിൻ്റെ മുന്നിൽ മുട്ടുകുത്താതെന്ന് ചോദിക്കുന്ന സമയത്ത് ആളുള്ള മന്ത്രിമാരാണ്, ഞങ്ങൾ രാജാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തും, പക്ഷെ ഒരു പെണ്ണിൻ്റെ മുന്നിൽ ഞങ്ങൾ മുട്ടുകുത്തത്തില്ലെന്ന് പറയാം കേട്ടോ. ഈ അസിസ്റ്റൻറ്റ് പറയാം, അപ്പോൾ നിങ്ങളുടെ അമ്മയും ഒരു പെണ്ണല്ലയോ, അപ്പോൾ നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തത്തില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് പറയണം, അതൊന്നും പറ്റത്തില്ല, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഒരാണിന് മാത്രമാണ് രാജാവായിരിക്കാനുള്ള ഇതുള്ളത്. അപ്പോൾ നിയമം തെറ്റിച്ചുകൊണ്ടാണ് ഇവർ വന്നിട്ട് രാജാവായിരിക്കുന്നത്, അതുകൊണ്ട് ഇത് സമ്മതിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സമയത്ത് ഈ അസിസ്റ്റൻറ്റ് പറയുകയാണ്, ഇവളുടെ നമ്മുടെ ഹീറോയിൻ്റെ പപ്പയായിരുന്നു ഇവിടുത്തെ രാജാവ്, അതുകൊണ്ട് അവൾ അവകാശം കൈമാറി വന്നതിന് ഇപ്പോൾ എന്തോ വേണം ചോദിച്ച സമയത്ത് ഇവരതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. എടുത്തുകൊണ്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കാൻ തുടങ്ങണം, എന്നാൽ നിയമങ്ങളെല്ലാം തന്നെ പാലിക്കണമെങ്കിൽ ഈ രാജ്യത്തിന് മറ്റൊരു നിയമം കൂടിയുണ്ട്, അത് എല്ലാവരും മറന്നുപോയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. 60 വയസ്സ് കഴിഞ്ഞ് രാജ്യത്തിന് സേവനം ചെയ്യുന്നവരെ ജീവനോടെ തന്നെ കുഴിച്ചിടണം എന്നൊരു നിയമം കൂടിയുണ്ട്. അത് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് മന്ത്രിമാരൊന്നും മിണ്ടുന്നില്ല. മാത്രമല്ല അവർ പറയാണ്, നിങ്ങൾ ഇത് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, 3 ദിവസത്തിനകം രാജിവെച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ ആ സഭ അങ്ങ് പിരിഞ്ഞു പോവാട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ ഒരു രാജകുമാരിയൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പം ഈ മൂത്ത ചേട്ടനും കൂടി ഓടി വരിക. അവരാണെങ്കിൽ ഫാമിലി ആയിട്ട് ഹാപ്പി ആയി ചോദിച്ചല്ലോ. ഇവരെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പുറത്തറിഞ്ഞല്ലോ, ഇനി എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ഹീറോയിൻ ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓടി വരുന്നത്. ഓടി വരുന്ന സമയത്ത് പറയുവാണ്, ഒന്നാമത് ഈ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ ജാതകമൊക്കെ നോക്കുന്നൊരു ടൈപ്പില്ല. അയാൾ ജാതകമൊക്കെ നോക്കിയിട്ട് പറയണം, നമ്മുടെ ഹീറോയിന് വളരെ മോശം സമയമാണ്, വലിയൊരു അപകടം തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ടെൻഷനായിട്ട് വരും, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് യുൻ രാജകുമാരി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഇവർ ചോദിക്കുവാണ്, ഈ മൂത്ത ചേട്ടൻ പറഞ്ഞു, നമുക്ക് മാത്രമാണല്ലോ ഈ കാര്യം അറിയുന്നത്, പക്ഷേ ഇത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ചോർത്തി, ഇവളായിരിക്കും എന്ന് പറഞ്ഞിട്ട് യുൻ രാജകുമാരി കുറ്റം പറയാനായിട്ട് തുടങ്ങുകട്ടെ. ഇവൾ തന്നെയായിരിക്കും ചോർത്തിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ലിൻ രാജകുമാരെ എടുത്തിട്ട് മറ്റേ നമ്മുടെ യൂണിയൻ്റെ പഴയ വേലക്കാരിയാണല്ലോ, അവർ ഇപ്പോഴത്തെ പുതിയ വേലക്കാരി, അതുകൊണ്ട് വേലക്കാരി എന്ന് തന്നെ പറയാം. അവർ വന്നിട്ട് പറയുവാണ്, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ പ്ലാനും നടന്ന് മൂഷിരാജിൽ മൊത്തം കാര്യം സ്പ്രെഡ് ആയിട്ടുണ്ട് പെണ്ണാന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടക്കുന്ന പറയുന്ന സമയത്ത് നമ്മൾ ലിൻ രാജകുമാരി ഭയങ്കര ഹാപ്പി ആവുക കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാങ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ യാങ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വേലക്കാർ സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവൾ ചിരി മാറ്റിയത് ചുമയാക്കി മാറ്റുവാണ്. യാങ് വന്നിട്ട് പറയണം, നീ ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്, നമുക്ക് വന്നിട്ട് നിന്നെയും കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയുന്ന സമയത്ത് ഈ നമ്മുടെ
ലിൻ രാജകുമാരിയുടെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറോയും തല്ലി പിരിയുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ചാവുന്നത് കാണണമല്ലോ. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകാൻ തയ്യാറല്ല. പക്ഷെ അത് അവൻ്റെ മുഖത്തേക്ക് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് പറയുവാണ്, നീ ഒരു കാര്യം ആലോചിക്കും, നീ ഇവിടെ ഹീറോയിനെ വിട്ടിട്ട് പോയാൽ അവളുടെ ജീവൻ അപകടമല്ലേ. മാത്രമല്ല ഇനി ശിവാനു രാജ്യത്ത് പോയാൽ തന്നെ അവൾ മൂഷി രാജ്യത്തിലെ രാജാവായതുകൊണ്ട് അവിടെ ആരും അവളെ അംഗീകരിക്കത്തില്ല. പിന്നെ ഓൾറെഡി ഹീറോയ്ക്ക് കുറേ എതിരാളികൾ അവിടെ തന്നെ കാണുമല്ലോ. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ജീവന് യാതൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കി ഇവിടുന്ന്, നീ നിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഉപദേശിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ യുൻ രാജകുമാരി കിടന്നിട്ട് അവരിങ്ങനെ എന്താ ചെയ്തേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ വന്നിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യട്ടോ. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, പണ്ട് വേണമെങ്കിൽ അവൾ അങ്ങനെയൊക്കെ ആയിരിക്കും, ഇപ്പോൾ അവൾ നന്നായെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഹീറോയിനും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യുൻ രാജകുമാരി നേരെ ഹീറോയിനെ കണ്ടിട്ട് വണങ്ങിയിട്ട്, മാജസ്റ്റി നിങ്ങൾ പറയുന്നത് കേട്ടില്ല, ഞാനത് ചെയ്തെന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ ഹീറോയിൻ തന്നെ പറയണം അവൾ ഒരിക്കലും ചെയ്ത് കാണത്തില്ല, അവൾ നല്ലപോലെ മാറി. നമ്മുടെ ഇടയിൽ ഇനി ആകെ അറിയാവുന്നത് വന്നിട്ട് നമ്മുടെ ലിൻ രാജകുമാരിക്കാണ്. അപ്പോൾ ലിൻ രാജകുമാരി ചെയ്യാനുള്ള ചാൻസ് ആണ് ഇനിയുള്ളത്. മാത്രമല്ല ഇപ്പോൾ വേലക്കാരിയായിട്ട് പോയില്ലേ, അവളിപ്പോൾ ഓൾറെഡി ഒരു ആൾക്കാർ ഇവളെ പിടിച്ചുകൊണ്ട് പോയായിരുന്നല്ലോ, ഒരുമാതിരി ചീത്ത ആൾക്കാരല്ലേ പിടിച്ചുകൊണ്ടിരുന്നത്. അവൾ എങ്ങനെ രക്ഷപ്പെട്ട് വന്നേന്നാ പറഞ്ഞതെന്ന് യുനിൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ ആ വേലക്കാരി തന്നെ വിളിപ്പിച്ചേക്കുക. എന്നിട്ട് ചോദിക്കുവാണ്, നീ എങ്ങനെ രക്ഷപ്പെട്ടു, നിന്നെ അവർ ചുമ്മാ വിട്ടയച്ചതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയ്യോ അങ്ങനെയല്ല, ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കണം, അല്ല അപ്പോൾ കൈ മാത്രം ഒടിഞ്ഞുള്ളായിരുന്നല്ലോ, ബാക്കി ഒരു മുറിവ് നിനക്ക് ഉണ്ടായില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ലിൻ രാജകുമാരി ഇത് മുൻകൂട്ടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു ചാട്ടവാർ എടുത്തിട്ട് ഇവളുടെ പുറമൊക്കെ അടിച്ചത്. എന്നിട്ട് അവൾ ഡ്രസ്സ് ഊരിയിട്ട് ആ പുറത്തുള്ള ആ മുറിവിൻ്റെ പാടുകളെല്ലാം കാണിച്ചു കൊടുക്കുവാണ്. ഇതേ സമയം നമ്മുടെ ആണെങ്കിൽ ഹീറോയിനെ കാണാൻ പോയിക്കും. എന്നിട്ട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യേ, നീ ഒരു പക്ഷേ നമ്മുടെ ഹീറോയിനും കൂട്ടി നിൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു കോലാഹലം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഹീറോയിനെ ഞാൻ നിൻ്റെ കൂടെ കൊണ്ടുപോകാം, നീ ആണെങ്കിൽ അവിടുത്തെ രാജഭരണം കണ്ടിന്യൂ ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോ അതിനൊന്നും തയ്യാറാവുന്നില്ല കേട്ടോ. അവളെ എനിക്ക് നല്ലപോലെ സൂക്ഷിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും, അതിൻ്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട, നീ അങ്ങനെ അടുത്ത് പറയുവാണ്. ഇനി നമ്മുടെ ഹീറോയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും ഒരു റിയൽ പപ്പയുടെ സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ശരിക്കുള്ള പപ്പയെ അടക്കിയിട്ടുള്ള ശവകുടീരത്തിൻ്റെ ഓർമ്മസ്ഥലം കാണുമല്ലോ എല്ലാവരുമേലും, അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. ആ സ്ഥലത്തോട് ലിൻ രാജകുമാരി വന്നിട്ട് എന്താണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് എന്തോ അവൾക്ക് ഭയങ്കര സിമ്പതിയുള്ള കണക്ക് സംസാരിക്കും. എന്നിട്ട് പറയാണ്, ഒരു പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു, നമ്മുടെ ശിവാനി രാജ്യത്തിലെ രാജാവല്ലേ നമ്മുടെ ഹീറോ, അവനൊരു പക്ഷേ കൊല്ലുവാണെങ്കിൽ മൂഷി രാജ്യത്തിലെ രാജാവല്ലേ അവളെ അംഗീകരിക്കാൻ ചാൻസ് ഉണ്ട്, അവൾ അങ്ങനെ വല്ലതും ചെയ്യുമായിരുന്നു നന്നായെന്ന് പറയുന്ന സമയത്ത് ഇയാൾക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുവാണ് കേട്ടോ. എന്നിട്ട് പാവം നമ്മുടെ ഹീറോയിൻ അന്ന് രാത്രി മൊത്തം അവൾക്കാണെങ്കിൽ ഈ നാട്ടുകാരെല്ലാം അവളെ തള്ളി പറയാൻ തുടങ്ങിയ സങ്കടം കേട്ടോ. അവൾ വൈനെല്ലാം കഴിയുന്ന സമയത്ത് ഹീറോ കൂടെയുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പടയെല്ലാം അവിടെ റെഡി ആയി നിൽപ്പുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ നിൻ്റെ കാര്യം ഞാൻ സേഫ് ആക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും തന്നെ പറയുകയാണ്, അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്, എനിക്ക് ഈ 3 രാജ്യങ്ങളും തമ്മിൽ സമാധാനം സംതൃപ്തിയും വേണം, എനിക്കതല്ല അത് കുറേ വഴക്ക് കൂടുന്നതിലൊന്നൊരു കാര്യമില്ലെന്ന് ഹീറോയും പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് അല്ലാതെ എന്ത് വഴിയുണ്ട്, നീ എന്താ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ വിട്ടുകൊടുക്കാൻ പോവാണ്, രാജിവെക്കാൻ പോവാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോ പറയാൻ, ഞാൻ ഒരിക്കലും രാജിവെക്കാൻ പോകുന്നില്ല, ഞാൻ ഈ നാട്ടിലെ എങ്ങനെ സമാധാനം കൊണ്ടുവരാന്നുള്ളത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഹീറോയിനും പറയുവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ മൂത്ത ചേട്ടനടുത്തും രണ്ടാമത്തെ ചേട്ടനടുത്തും പറയും കേട്ടോ. അപ്പോൾ ആദ്യം ഇവർ സമ്മതിക്കത്തില്ല. അപ്പോൾ പറയുന്നത് നമുക്കുണ്ടല്ലോ രാജാവിൻ്റെ കാര്യമല്ല ഹീറോയിൻ്റെ കാര്യമല്ല ആദ്യം നോക്കണ്ടേ, നമുക്ക് നമ്മൾ ഹീറോയിൻ്റെ കാര്യം നോക്കണ്ടേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾ നമുക്ക് സഹോദരിയും മോളിലെയും സ്ഥാനത്താണ്, അവളല്ലേ നമ്മുടെ ആൾ, അവിടെ അവളുടെ കാര്യം നമുക്ക് നോക്കിയാൽ മതി, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, അതിന് വേണ്ടി നമ്മുടെ ജീവൻ കളയേണ്ടി വന്നാലും നമ്മളതിന് ഇതാവരുതെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ 3 പേരും സെറ്റായിട്ട് ഓക്കെ നാളെ തന്നെ ഹീറോയിൻ്റെ കഥ കഴിക്കാം. അങ്ങനെയാകുമ്പോൾ മൂഷിരാജിലെ എല്ലാവർക്കും നമ്മുടെ ഹീറോയിൻ്റെ മേലൊരു വിശ്വാസവും വരും, പിന്നെ അവൾ രാജിവെക്കേണ്ടി വരത്തില്ല, അവൾക്ക് ഇങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്നൊരു പ്ലാൻ ചെയ്യാം. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല, ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം തന്നെ യുൻ രാജകുമാരി വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ആ വേലക്കാരി ഉണ്ടല്ലോ, ആ വേലക്കാരി പെണ്ണ് ഇതെല്ലാം കേൾപ്പിച്ചു കൊടുക്കണം. അപ്പോൾ യുന്നാണെങ്കിൽ ഇപ്പോൾ നന്നായല്ലോ, അതുകൊണ്ട് ഇവൾക്കാണെങ്കിൽ ഇത് പറയാതിരിക്കാനും പറ്റുന്നില്ല പുറത്ത്. അപ്പോൾ എടുത്തോണ്ട് ഈ വേലക്കാരി തന്നെ കുറച്ചും കൂടി എരിപിരി കയറ്റി കൊടുക്കുകയാണ്, നീ പറ എന്തുവായാലും പറ, കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നീയും കൂടി മാത്രം ഇവള് സ്നേഹിക്കുന്നത് രണ്ടാമത്തെ ചേട്ടനല്ലോ, അവനൊന്നും പറ്റാതിരിക്കണമെങ്കിലും ഇതാ വഴി, അവൻ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവനെയും തൂക്കിലേറ്റും പിന്നെ നിന്നെയും തൂക്കിലേറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എരിപിരി കയറ്റി കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ യുൻ രാജകുമാരി വിശ്വസിച്ചിട്ട് നേരെ ചെന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാട്ടോ. അപ്പോൾ ഹീറോ ഇതൊക്കെ നോർമലായിട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ, ശരി നീ പൊക്കോന്നുകൊണ്ട് പോവാം. അപ്പോൾ യുൻ പറയുന്നത് ഭയങ്കര വിഷയമാണ്, ഇത് നാളെ പ്രശ്നമാവും, നിങ്ങൾ കൊല്ലാൻ വരും എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഹീറോ പറയണം അങ്ങനെയല്ലേ കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ട് അവൻ അകത്തോട്ട് കയറും കേട്ടോ.
എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ലിന്നിൻ്റെ അടുത്ത് എന്നിട്ട് ഈ വേലക്കാരി പറയും. അപ്പോൾ ലിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പൊട്ടിച്ചിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് അവൾ ചോദിക്കുക, അല്ല നിൻ്റെ മുറിവെല്ലാം കണ്ടിട്ട് ഹീറോയിൻ എന്തോ പറഞ്ഞെന്ന്. അപ്പോൾ അടുത്ത തന്നെ വേലക്കാരി അവർ സ്വയം എന്താണ്ട് സംസാരിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ സംസാരിച്ചെന്ന് ചോദിക്കാം. അപ്പോൾ ഈ വേലക്കാരി പറയുകയാണ്, മെല്ലെ സംസാരിച്ച് ഞാൻ എനിക്കത് കേൾക്കാൻ പറ്റിയില്ല പറഞ്ഞ സമയത്ത് നമ്മൾ ലിൻ്റെ രാജകുമാരി ദേഷ്യം വന്നിട്ട് അവൾ ചെവിക്കൽ നോക്കി ഒരെണ്ണം പൊടിച്ചിട്ട് പറയുകയാണ്, നീ എന്തോ ചെവിയൊന്നും കേൾക്കത്തില്ലേ നിനക്ക്, ശ്രദ്ധിച്ച് കേൾക്കേണ്ടതല്ലോ, ഇനിയിപ്പോൾ അവൾ എന്തോ ആയിരിക്കും ചിന്തിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവളൊരുമാതിരി പ്രാന്ത് പിടിച്ച പോലെ ലിൻ്റെ രാജകുമാരി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഈ കാര്യം നമ്മുടെ യുൻ രാജകുമാരി മുഖേനാന്ന് തോന്നുന്നു ടാനും അതുപോലെ തന്നെ ഹീറോൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹീറോൻ്റെ പെങ്ങൾ തന്നെയല്ലേ, അപ്പോൾ അവൾക്ക് ഒരിക്കലും ചേട്ടൻ മരിക്കുന്നത് കണ്ടുകൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൾ ആ ടെൻഷനിൽ നിൽക്കുമ്പോൾ ടാൻ പറയുകയാണ്, എനിക്ക് കുൻഫു ഒക്കെ നല്ല വൃത്തിയായിട്ട് അറിയാം, നാളെ നീ ചേട്ടനെ രക്ഷിച്ചാൽ പോരെ, അത് ഞാൻ ചെയ്തോളാം, നീ ടെൻഷൻ ആവണ്ടെന്ന്. എടുത്തുകൊണ്ട് ഈ പെങ്ങൾ പറയാണ്, എനിക്ക് പേടി അവരെയൊന്നുമല്ല, സത്യം പറഞ്ഞതിൽ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ചേട്ടനാണ്, നമ്മുടെ ഹീറോയിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ ജീവൻ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അതും ചെയ്തെന്നിരിക്കുന്നു നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ പറയാം. ഇവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നേരെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ മുറിയിലാട്ടോ. അപ്പോൾ ഹീറോയിൻ വൈനൊക്കെ കുടിച്ചിട്ട് മയങ്ങി ഉറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് ഇവിടെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, നാളത്തോടു കൂടി നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.